ഓം നമോ ഭഗവതീ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 18-ാം അധ്യായമായ മോക്ഷസന്യാസ യോഗത്തിലെ 50 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇന്ന് നമുക്ക് 51, 52, 53 3 ശ്ലോകങ്ങൾ ചേർത്ത് നോക്കാം. 51-ാമത്തെ ശ്ലോകം. ബുദ്ധ്യാ വിശുദ്ധയാ യുക്തോ ധൃത്യാത്മാനം നിയമ്യ ച ശബ്ദാദീൻ വിഷയാംസ് ത്യക്ത്വാ രാഗദ്വേഷൗ വ്യൂദസ്യ ച. 52-ാമത്തെ ശ്ലോകം. വിവിക്തസേവീ ലഘ്വാശീ യദവാക്കായ മാനസാ ധ്യാനയോഗപരോ നിത്യം വൈരാഗ്യം സമുപാശ്രിതഃ. 53-ാമത്തെ ശ്ലോകം. അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം പരിഗ്രഹം വിമുച്യ നിർമ്മമശാന്തോ ബ്രഹ്മഭൂയായ കൽപ്പതേ. ഇതിൻ്റെ അർത്ഥം നോക്കാം. വിശുദ്ധയാ ബുദ്ധ്യാ യുക്ത, വിശുദ്ധമായ യുക്തമായ ബുദ്ധിയോടെ അഥവാ ശുദ്ധബുദ്ധിയോടെ, ധൃതിയാ ധൃതി കൊണ്ട് അഥവാ ഉറച്ച മനോനില കൊണ്ട്, നിശ്ചയദാർഢ്യം കൊണ്ട്, ആത്മാനം നിയമ്യച ആത്മനിയന്ത്രണം നേടി, ശബ്ദാദീൻ വിഷയാൻ ശബ്ദാദികളായ വിഷയങ്ങളെ, ഭൗതിക വിഷയങ്ങളെ, ത്യക്ത്വാ ത്യജിച്ച്, രാഗദ്വേഷൗ വ്യുദസ്യ ച രാഗദ്വേഷങ്ങളെ വെടിഞ്ഞ്, വിവിക്തസേവി നിർജ്ജനവും ശുദ്ധവുമായ സ്ഥലത്ത്, അതായത് ഏകാന്തവും ശുദ്ധവുമായ സ്ഥലത്ത്, ലഘ്വാശി മിതാഹാരനായി, യഥ വാക് കായ മാനസ വാക്കും ശരീരവും മനസ്സും നിയന്ത്രിച്ച്, നിത്യം ധ്യാനയോഗപര നിത്യവും മുടങ്ങാതെ ധ്യാനയോഗം ശീലിച്ച്, വൈരാഗ്യം സമുപാശ്രിതഃ വൈരാഗ്യഭാവത്തോടെ, അതായത് ഭാവത്തോടെ, രാഗമില്ലാത്ത ഭാവത്തോടെ, അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം പരിഗ്രഹം. അഹങ്കാരം അഥവാ ഞാനെന്ന ഭാവം, ബലം മുഷ്ക് അതിസാമർഥ്യം എന്നൊക്കെ അർത്ഥം, ദർപ്പം അതായത് ഗർവ്, മതം, ദുരഭിമാനം, കാമം വിഷയാഭിലാഷം, ഭൗതിക വിഷയങ്ങളോടുള്ള അഭിലാഷം, കോപം, പരിഗ്രഹം എന്ന് പറഞ്ഞാൽ ദ്രവ്യാഭിലാഷം, ഭൗതികമായ വസ്തുക്കളോടുള്ള ആഗ്രഹം, വിമുച്യ ഇവയിൽ നിന്നും മോചനം നേടി അഥവാ ഇവയെല്ലാം ത്യജിച്ച്, നിർമ്മമഃ മമത്വചിന്തയില്ലാതെ, എൻ്റേത് എന്ന ഭാവമില്ലാതെ, ശാന്തഃ മനഃശാന്തി കൈവരിച്ചവൻ, ശാന്തനായിത്തീർന്നവൻ, ബ്രഹ്മഭൂയായ ബ്രഹ്മം തന്നെ ആയിത്തീരുവാൻ കൽപ്പതേ അർഹനാകുന്നു. ശുദ്ധബുദ്ധിയോടെ ഉറച്ച മനോനില കൊണ്ട് ആത്മനിയന്ത്രണം നേടി, ശബ്ദാദികളായ വിഷയങ്ങളെയെല്ലാം ത്യജിച്ച്, രാഗദ്വേഷങ്ങൾ വെടിഞ്ഞ്, ഏകാന്തവും ശുദ്ധവുമായ സ്ഥലത്ത് മിതാഹാരനായി, വാക്കും ശരീരവും മനസ്സും നിയന്ത്രിച്ച്, നിത്യവും മുടങ്ങാതെ ധ്യാനയോഗം ശീലിച്ച്, വൈരാഗ്യഭാവത്തോടെ, അതായത് രാഗമില്ലാത്ത ഭാവത്തോടെ, അഹങ്കാരം
അതിസാമർഥ്യം അഥവാ മുഷ്ക്, ഗർവ്, മദം, വിഷയാഭിലാഷം, കോപം, ദുരഭിമാനം, ദ്രവ്യാഭിലാഷം, ഇവയിൽ നിന്നുമെല്ലാം മോചനം നേടി ഇവയെല്ലാം ത്യജിച്ച് മമത്വചിന്തയില്ലാതെ നിർമമനായി എൻ്റേതെന്ന ഭാവമില്ലാതെ ശാന്തമായ മനസ്ഥിതി കൈവരിച്ചവൻ അഥവാ മനഃശാന്തി കൈവരിച്ചവൻ ബ്രഹ്മമായി തീരുവാൻ അർഹനാണ് അഥവാ ബ്രഹ്മസാക്ഷാത്കാരത്തിന് അർഹനാണ്. ഇതാണ് ഈ 3 ശ്ലോകങ്ങളിൽ പറയുന്നത്. ശുദ്ധബുദ്ധിയോടെ നിർമ്മലചിത്തനായി സ്ഥിരനിശ്ചയനായി മനസ്സിനെ നിയന്ത്രിച്ചും ഭോഗവിഷയങ്ങളെ അകറ്റി നിർത്തിയും രാഗദ്വേഷങ്ങളെ വെടിഞ്ഞും മിതാഹാരിയായി, അതായത് മിതമായ രീതിയിൽ മാത്രം ആഹാരം കഴിക്കുന്നവനായി ഏകാന്തതയിൽ ശരീരം, മനസ്സ്, വാക്ക് ഇവയെല്ലാം കീഴടക്കി ഇവയെല്ലാം നിയന്ത്രിച്ച് ധ്യാനയോഗം അനുഷ്ഠിക്കുന്ന വ്യക്തി വിരക്തനായും മിഥ്യാഹങ്കാരം, ശരീരബലത്തെക്കുറിച്ചുള്ള മതം, ദുരഭിമാനം, കാമം, ക്രോധം, മോഹം, ദ്രവ്യാഭിലാഷം എന്നീ ദോഷങ്ങൾ ഒഴിഞ്ഞും നിസ്സംഗനും നിർമ്മമനുമായി മനഃശാന്തിയെ നേടി ആത്മസാക്ഷാത്കാരത്തെ പ്രാപിക്കുന്നു. നിരന്തരം തന്നിലേക്ക് ഒഴുകിയെത്തുന്ന നദികളാൽ പ്രക്ഷുബ്ധമാകാതെ സമുദ്രം എപ്രകാരം നിലകൊള്ളുന്നുവോ അപ്രകാരം സദാ തന്നിലേക്ക് ഒഴുകിയെത്തുന്ന ആഗ്രഹങ്ങളാൽ, വിഷയാഭിലാഷങ്ങളാൽ പ്രക്ഷുബ്ധമാകാത്ത മനുഷ്യന് മാത്രമേ ശാന്തി ലഭിക്കുകയുള്ളൂ എന്നാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ പറയുന്നത്. ഈ 3 ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ പറയുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.